ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സിനിമ ഒരു ഫ്രഞ്ച് ഹൊറർ ഐറ്റമാണ്. 2021 ഇറങ്ങിയ ദ അഡ്വെന്റ് കലണ്ടർ. സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ അഡ്വെന്റ് കലണ്ടർ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ കാണുന്ന കലണ്ടറുകളെ അപേക്ഷിച്ച് ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ ഒരു കലണ്ടറിൽ ഒറ്റ മാസത്തെ ഡേറ്റുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക, ഡിസംബർ മാസം. പക്ഷെ ഡിസംബർ മാസത്തിലെ എല്ലാ ഡേറ്റുകളും ഇതിൽ ഉണ്ടാവത്തുമില്ല. 1 മുതൽ 24 തീയതി വരെ മാത്രമേ ഇതിനകത്തുണ്ടാവൂ. ഇനി ഈ കലണ്ടറിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പിക്കലി ഈ കലണ്ടർ ഉപയോഗിക്കുന്നത് ക്രിസ്ത്യൻസ് ആണ്, ക്രിസ്മസ് സീസൺ മെമ്മറബിൾ ആക്കാൻ വേണ്ടി. ഈ അഡ്വെന്റ് കലണ്ടർ ഒരു ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. കലണ്ടറിൽ ഓരോ ഡേറ്റും ഓരോ അറകളായിരിക്കും. അതാത് ദിവസങ്ങളിൽ ആ അറകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ മുട്ടായി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റുകളായിരിക്കും, ചിത്രങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ 24 ദിവസത്തെ ആ ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ക്രിസ്മസ് കളറാവുകയും ചെയ്യും. ഇതാണ് ഈ അഡ്വെന്റ് കലണ്ടറിന്റെ കൺസെപ്റ്റ്. ഇതുപോലത്തെ ഒരു കലണ്ടറിന് സൂപ്പർ നാച്ചുറൽ പവറുകൾ ഉണ്ടായാലോ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇന്ന് ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൂവി ഫ്ലിക്സ് മലയാളം. ഈ സിനിമ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇതിലെ നായികനെയാണ്. ഇവളുടെ പേര് ഈവ. അവളിപ്പം അവിടെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരുത്തൻ അവളുടെ അടുത്തേക്ക് വരുന്നത്, ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി. ഇവന്റെ പേരാണ് ആന്റണി. എന്നാൽ അവളത് വലിയ കാര്യമൊക്കൊന്നൊന്നുമില്ല. അങ്ങനെ അവൾ പൂളിൽ നിന്ന് കരയിലേക്ക് കയറി. എന്നാൽ അവനാണെങ്കിൽ അവളെ വിടാനൊന്നും ഉദ്ദേശമില്ല. അവനും ഇപ്പം അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു. അപ്പൊ അവന് തന്നെ വിടാനും ഉദ്ദേശമില്ല എന്ന് കാണുമ്പോൾ അവളിപ്പോ ഒരു കാര്യം അവനോട് പറഞ്ഞു. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ അവളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും പോയി. അവളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വീൽ ചെയർ അപ്പുറത്തിരിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തു തരുമെന്നാണ്. അതെ, ഇവളുടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു വരികയാണ്. ഇവളൊരു ഡാൻസർ ആയിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവക്കൊരു ആക്സിഡന്റ് പറ്റി. അങ്ങനെയാണ് ഇവക്ക് ഈ കാര്യം സംഭവിച്ചത്. ഇവളുടെ ഈ ഒരു അവസ്ഥയെ പറയുന്നത് പാരാപ്ലീജിക് എന്നാണ്. അതായത് അരയ്ക്ക് കീഴ്പോട്ട് ഇവക്ക് ഫീൽ ചെയ്യത്തേയില്ല. അങ്ങനെ അവൾ പറഞ്ഞതുകൊണ്ട് അവൻ ആ വീൽ ചെയർ എടുത്ത് അവൾ അതിലേക്ക് ഇരുത്തി. ഈ സമയം അവനോട് ബൈ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഒരു വണ്ടിയിലേക്ക് കയറി. ഈ വികലാംഗരെ കൊണ്ടുപോകുന്ന ഒരു വാനാണിത്. അതിലൊരാൾ മാത്രമാണ് ഇരിക്കുന്നത്. അയാൾ അവളെ നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ അവളും തിരിച്ചൊന്ന് ചിരിച്ചു. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ അവൾ ആ വീൽ ചെയറുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. വീട്ടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം ഇവക്കൊരു പട്ടിയുണ്ട്, മാർവിൻ എന്നാണ് അതിന്റെ പേര്. അതിന് കൊടുക്കാനുള്ള ഭക്ഷണം അവളെടുത്തു. എന്നിട്ട് പട്ടിക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അവളും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഗുളികയൊക്കെ കഴിച്ച് അവൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഒരു വലിയ വണ്ടി അവളുടെ റൂമിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. എന്നാൽ ഇത് ജസ്റ്റ് അവളുടെ ഒരു തോന്നൽ മാത്രമാണ്. എങ്കിലും അവൾ ശരിക്കും അങ്ങോട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 3 ആണ്. രാവിലെ തന്നെ അവൾ അവളുടെ ഓഫീസിലേക്ക് എത്തി. ഇവള് ജോലി ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ബോസായ ജോൺ അവിടെ വിളിപ്പിച്ചു. അതിനെ തുടർന്ന് അവൾ അയാളുടെ ക്യാബിനിലേക്ക് ചെന്നു. ഈ സമയം ജോൺ ആണെങ്കിൽ അവളെ വല്ലാണ്ട് വഴക്ക് പറയാണ്. നവംബർ മാസത്തിൽ നിന്റെ പെർഫോമൻസ് വളരെ മോശമാണല്ലോ, എന്തു പറ്റി? അതേക്കുന്ന ഇവ പറയുന്നത്, ഞാൻ സാധാരണ പോലെ തന്നെയാണല്ലോ ജോലി ചെയ്തത്. അല്ലേ ഇവ, ഇങ്ങനെയല്ല നീ ജോലി ചെയ്യേണ്ടത്. ഇനി നീ ബെറ്റർ ആക്കണം. നീ എന്താണ് സെല്ല് ചെയ്തത്? ചീപ്പായിട്ടുള്ള ഫാമിലി ഇൻഷുറൻസ്. അത് മതിയോ നിനക്ക്? നല്ല ശമ്പളം ഞങ്ങൾ തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവളെ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവൾക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യമാണ് വരുന്നത്. അവളുടെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെയാണ് അയാൾ ഇങ്ങനെ അവളെ ചീത്ത പറയുന്നത്. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ തിരിച്ച് അവളുടെ ക്യാബിനിലേക്ക് എത്തിയതിനു ശേഷം അവൾ നേരെ ഫോണിൽ വിളിക്കുന്നത് അവളുടെ അച്ഛൻ താമസിക്കുന്ന വീട്ടിലേക്കാണ്. ഇവള് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ സമയം അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അവളുടെ അച്ഛന്റെ ഇപ്പത്തെ ഭാര്യയായ ആഗ്നസ് ആണ്. ഈ ആഗ്നസിന് ഇവയെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഇവ ആഗ്നസിനോട് പറയുന്നത്, ആഗ്നസ് അച്ഛൻ അവിടെയില്ലേ, എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതേക്കുമ്പോൾ എന്ത് പറ്റിയുവ, എന്താണ് ഇത്ര അത്യാവശ്യം? അല്ല ഒന്നുമില്ല, ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലോ, എനിക്ക് അച്ഛനോട് ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്റെ പൊന്നിവ, അച്ഛന് നിന്നെ തന്നെ ഓർമ്മയില്ല. പുള്ളിക്ക് അൾഷിമേഴ്സ് ആണെന്നുള്ള കാര്യമൊക്കെ നീ മറന്നുപോയോ? നിന്നെ ഓർമ്മയില്ലാത്ത അദ്ദേഹം എങ്ങനെയാണ് നിന്റെ ബർത്ത്ഡേ ഓർക്കുന്നത്? നീ ഇപ്പൊ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അത് കേൾക്കുമ്പോൾ ഇവയ്ക്ക് ശരിക്കും വിഷമമായി. അങ്ങനെ സമയം രാത്രി ഇവ ഇപ്പം അവളുടെ അച്ഛന്റെ ചില ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് അവളുടെ വീട്ടിലിരിക്കുകയാണ്. അവളുടെ അടുത്തായിട്ട് അവളുടെ പട്ടിയായ മാർവിൻ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് പുറത്താരോ കാറിൽ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ ചെന്ന് വാതിൽ ഓർക്കുമ്പോൾ അത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സോഫിയാണ്. ഇന്ന് ഇവയുടെ ബർത്ത്ഡേ ആണല്ലോ, അതിന് ചില ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോഫി ഇപ്പം കണ്ടു വന്നിരിക്കുന്നത്. അവളിപ്പോൾ 3 ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു കേക്കാണ്. അത് അവൾ കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ഗിഫ്റ്റായ ഷാമ്പയിൻ അവളെടുത്തു. മൂന്നാമത്തെ ഗിഫ്റ്റ് വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്, ഒരു അഡ്വെന്റ് കലണ്ടർ. അത് കാണുമ്പോൾ ഇവയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയം സോഫി വയ്ക്കുന്നത്, നിനക്ക് ഈ കലണ്ടർ ഇഷ്ടപ്പെട്ടോ? പിന്നെ അല്ലാതെ, ഇനിയിപ്പോ ക്രിസ്മസിന് അന്ന് വരെ എനിക്ക് ഇതിൽ നിന്ന് ഓരോ ഗിഫ്റ്റുകൾ കിട്ടല്ലോ. അല്ല, നീ ഇത് എവിടുന്നാ മേടിച്ചത്? ഓ ഇതോ, ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് മേടിച്ചാണ്. സോഫി എന്ന് പറയുമ്പോഴേക്കും ഈ അത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്തു. ഈ സമയം അതിന്റെ ഉള്ളിലായിട്ട് ജർമ്മൻ ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഈവയ്ക്ക് ജർമ്മൻ അറിയത്തില്ല, പക്ഷെ സോഫിക്ക് അറിയാം. ഇതെന്താണ് എഴുതിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ സോഫി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ദ മിറാക്കിൾ ഓഫ് ക്രിസ്മസ് എന്നാണ്. ഫ്രണ്ടിൽ മാത്രമല്ല പുറകിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സോഫി അതും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ഇതെങ്ങാനും കളയുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന്. അതാണ് അതിന് പുറകിലായിട്ട് എഴുതിയിരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ ഇവയ്ക്ക് ഭയങ്കര കൗതുകമായി. അങ്ങനെ സോഫി ഇപ്പം ആ ഷാമ്പയിൻ പൊട്ടിച്ചു. ഈ സമയം ഇവയാണെങ്കിൽ ആ കലണ്ടർ എടുത്ത് അവളുടെ മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് അത് വീണ്ടും ഓപ്പൺ ചെയ്യാണ്.
ഇപ്പോൾ ഓൾറെഡി 1, 2, 3 ഡേറ്റ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി അവൾക്കത് തുറക്കാം. അവൾ നോക്കുമ്പോൾ അതിലൊരു കീ ഇരിക്കുന്നുണ്ട്. ആ കീ വെച്ച് അവൾ 1ാമത്തെ ഡേറ്റിന്റെ ആ അറങ്ങോട്ട് തുറക്കുകയാണ്. എന്നാൽ അവളത് തുറക്കുന്ന സമയത്ത് ഒരു ഈവിളിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെ അവർക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ അവൾ 1ാമത്തെ അറ തുറക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് ഒരു മുട്ടായി ആയിരുന്നു. അവൾ ഉടനെ തന്നെ ആ മുട്ടായി എടുത്ത് അതിനെ കവർ അഴിച്ചു. ഈ സമയം കടലാസിലായിട്ട് ജർമ്മൻ ഭാഷയിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അത് സോഫിക്ക് എടുത്തു കൊടുത്തു. ഈ സമയം സോഫി അത് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട 3 റൂൾസാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 1ാമത്തെ റൂൾ, ഈ കലണ്ടറിനുള്ളിൽ നിറയെ മുട്ടായിയാണ്. ഒരു മുട്ടായി നീ കഴിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നീ കഴിച്ചേക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. 2ാമത്തെ റൂൾ, ഈ കലണ്ടറിലെ അവസാനത്തെ അറ നീ തുറക്കുന്നവരെ ഈ കലണ്ടറിന്റെ മുഴുവൻ റൂൾസിനെയും നീ റെസ്പെക്ട് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. 3ാമത്തെ റൂൾ, ഈ കലണ്ടർ നീ കളയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊല്ലും. ഈ 3 റൂൾസാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ സോഫി ഇത് വായിച്ചു കഴിയുമ്പോൾ ഇവ മുട്ടായി എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിൽക്കുക, ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആ മുട്ടായി നീ കഴിക്കുകയാണെങ്കിൽ മുഴുവൻ മുട്ടായി നീ കഴിച്ചേക്കണം, അല്ലെങ്കിൽ പണിയാവുവേ. അതേക്കുമ്പോൾ ഓക്കെ ഞാൻ കഴിച്ചോളാന്നും പറഞ്ഞിട്ട് ഇവ ആ മുട്ടായി എടുത്ത് കഴിച്ചു. എന്നാൽ അവൾ ആ മുട്ടായി എടുത്ത് കഴിച്ച സമയത്തും ആ ഈവിളിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൾ 2ാമത്തെ അറ തുറന്നു. അതിനകത്തുണ്ടായിരുന്നതും ഒരു മുട്ടായിയാണ്. ആ മുട്ടായിയുടെ പേര് ആഫ്റ്റർ 8 എന്നാണ്. അത് കാണുമ്പോൾ അവൾക്ക് ഡൗട്ടായി, നീയാണോ ഈ മുട്ടായി ഇതിനകത്ത് വെച്ചത് എന്നാണ് അവൾ സോഫിയുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അല്ല, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഇതെന്റെ അച്ഛന്റെ ഫേവറേറ്റ് മുട്ടായിയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അത് താഴേക്ക് മാറ്റി വെച്ചു. അത് കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്തിനാ മാറ്റി വെക്കുന്നത്, അതിപ്പോ തന്നെ എടുത്ത് കഴിക്കേ, ഒരുപക്ഷെ നിന്റെ അച്ഛനും ഇപ്പം ഇതായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാലോ. സോഫി അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ അത് കഴിക്കാതെ 3ാമത്തെ അറ ഓപ്പൺ ചെയ്തു. അതിനകത്തുണ്ടായിരുന്നത് ഒരു കാർഡാണ്. ആ കാർഡിന്റെ പുറകിൽ എന്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അത് സോഫിക്ക് എടുത്തു കൊടുത്തു. ഈ സമയം സോഫി ആണെങ്കിൽ അതും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിന്റെ മനസ്സ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വേദനിപ്പിച്ചവനെ നീ വേദനിപ്പിച്ചാൽ മതി എന്നാണ് ആ കാർഡിൽ എഴുതിയിരിക്കുന്നത്. സോഫി ഇത് വായിച്ചു കഴിയുമ്പോൾ ഇവയാണെങ്കിൽ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാർഡ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇവ ഇപ്പം 4ാമത്തെ അറ തുറക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിനക്ക് ഇതിപ്പോ തുറക്കല്ലേ, 4ാം തീയതി ആയിട്ടില്ലല്ലോ, 12 മണി വരെ നീ വെയിറ്റ് ചെയ്യ് എന്നാണ് സോഫി പറയുന്നത്. എന്നാൽ ഇവ അത് തുറക്കാൻ ശ്രമിക്കുമെങ്കിലും അവളെ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല, അത് ജാം ആയിരിക്കുകയാണ്. ആ കാര്യം അവൾ സോഫിയുടെ അടുത്ത് പറയുമ്പോൾ അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവക്കും അത് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവർ ആ കലണ്ടർ മാറ്റി വെച്ചു. അതിനുശേഷം അവർ അടുത്തായിട്ട് പോകുന്നത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ആ കേക്കും കഴിച്ച് അവർ ആ ഷാമ്പയിനും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ കലണ്ടറിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് വരുന്നത്. മിഡ് നൈറ്റ് ആയി, അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യൂ എന്നാണ് ആ കലണ്ടറിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്. ഈ സമയം ഒരു ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം കറക്റ്റ് 12 മണിയായി, അതായത് 4ാം തീയതി. അങ്ങനെ അവർ രണ്ടുപേരും വേഗം കലണ്ടറിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ 4ാം തീയതിയുടെ അറ ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ അത് കുഴപ്പമില്ലാതെ ഓപ്പൺ ആവുകയും ചെയ്തു. മാത്രമല്ല അത് ഓപ്പൺ ആയപ്പോൾ അതിന് മുകളിൽ നിന്നും ഒരു മനുഷ്യന്റെ രൂപം പൊങ്ങി വന്നു. ഈ രൂപത്തിന്റെ പേര് ഇഷി എന്നാണ്. ഈ ഇഷിയാണ് ഈ കലണ്ടറിന്റെ റൂൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അവൾ ആ 4ാമത്തെ അറയ്ക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനകത്തും ഒരു മുട്ടായി ആയിരുന്നു. ആ മുട്ടായി കടലാസിൽ ഉണ്ടായിരുന്നത് ഒരു വചനമാണ്. സോഫി ഇപ്പം അതും വായിച്ചു കേൾപ്പിച്ചു. ജീസസ് മുടന്തിനോട് പറഞ്ഞു, എഴുന്നേക്കൂ, നടക്കൂ എന്ന്. അവളത് വായിച്ചു കഴിഞ്ഞപ്പം സോഫിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇവയെ കൊണ്ടത് സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവ ആ മുട്ടായി കഴിക്കുന്നില്ല. മാത്രമല്ല അവക്കും വല്ലാത്ത വിഷമമായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പറയുന്നത്, എന്തായാലും ഇപ്പൊ ഇത്രയും ലേറ്റ് ആയില്ലേ, ഇനി നീ പോകാൻ നോക്കി, എനിക്കൊന്ന് കടന്നുറങ്ങണം. അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ശരിയെന്നും പറഞ്ഞിട്ട് സോഫി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സോഫി പോയി കഴിഞ്ഞപ്പം ഇവ ഇപ്പം ഒന്നുകൂടെ ആ കലണ്ടറിലേക്ക് നോക്കി. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാണ്. ഈ സമയം കലണ്ടറിന്റെ പുറകിലായിട്ട് അവളുടെ അച്ഛന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അച്ഛനെ കാണുമ്പോഴാണ് അവൾ ആ മുട്ടായിയുടെ കാര്യം ഓർക്കുന്നത്. അതായത് 2ാമത്തെ അറയിൽ നിന്നും അവൾക്ക് കിട്ടിയ മുട്ടായി, അച്ഛന്റെ ഫേവറേറ്റ് മുട്ടായി. അവൾ വേഗം തന്നെ ആ മുട്ടായി എടുത്ത് കഴിക്കുകയാണ്. എന്നാൽ അത് കഴിച്ചു കഴിയുമ്പോഴാണ് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ അവിടെ ചുമരിലായിട്ട് ഡിസ്കണക്ട് ചെയ്തൊരു ഫോൺ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്. അവൾ ഉടനെ തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഫോൺ എടുത്തു. എന്നാൽ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ ഫോണിന്റെ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛനിപ്പം അവളെ ബർത്ത്ഡേ വിഷ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. എന്നാൽ അവൾ തിരിച്ച് സംസാരിക്കുമ്പോൾ അച്ഛനൊന്നും പറയുന്നില്ല. അപ്പോഴേക്ക് ആ ഫോൺ കട്ടാവുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് സംശയമായി. ഒന്നാമത് ആ ഫോൺ ഡിസ്കണക്ട് ആയതാണ്. മാത്രമല്ല അച്ഛൻ തന്നെ ഓർക്കേണ്ട ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് അവൾ വേഗം തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് അച്ഛന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അവിടെ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അതിന്റെ അടുത്തായിട്ട് അവളുടെ അച്ഛൻ ഇരിക്കുന്നതും കാണാം. എന്നാൽ ആരും തന്നെ അവിടെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഓഫീസിലേക്ക് ചെന്ന ഉടനെ തന്നെ ഇവ ഫോൺ എടുത്തിട്ട് അവളുടെ അച്ഛനെ വിളിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്താണ് അവളുടെ ബോസായ ജോൺ അവളെ വിളിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അവൾ ഇപ്പോൾ അയാളുടെ ക്യാബിനിലേക്ക് ചെന്നു. ഈ സമയം അവിടെ മറ്റൊരു ലേഡി ഇരിക്കുന്നുണ്ട്. ഇവളുടെ പേര് മരിയോ എന്നാണ്. ഇപ്പൊ ബോസ് അവളോട് പറയുന്നത്, ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ മരിയോ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ കുറച്ച് ക്ലയൻസിനെ ഇവള് കൈകാര്യം ചെയ്യട്ടെ. ഇതൊരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് പുതിയ ക്ലയന്റിനെ കണ്ടെത്തിക്കോളും എന്നാണ് ബോസ് പറയുന്നത്. പക്ഷെ ഇവയെ സംബന്ധിച്ചിട്ട് അവൾക്ക് ഈ മരിയത്തിന് തീരെ ഇഷ്ടമായിട്ടില്ല. ഇപ്പൊ അവളുടെ ക്ലയന്റിനെ അവള് നോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ക്ലയന്റിനെ ഇവയ്ക്ക് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. എങ്കിലും ബോസ് പറഞ്ഞ സ്ഥിതിക്ക് അത് സമ്മതിക്കാന്നല്ലാതെ അവളുടെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ സമയം വൈകുന്നേരമായി. ഇവ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി സോഫിയും വന്നു. സോഫിയാണ് ഇപ്പൊ അവളെ പിടിച്ച് അവളുടെ കാറിലേക്ക് കയറ്റുന്നത്. അങ്ങനെ കാറിലേക്ക് കയറ്റി കഴിയുമ്പോൾ സോഫി ഇപ്പോൾ ഒരു കരിയുവിന്റെ അടുത്ത് പറയാണ്, എടി ഇന്ന് എനിക്ക് വൈകിട്ട് ഒരു പാർട്ടി ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ടാണ്, ബോറിസ് എന്നാണ് അവന്റെ പേര്. നീ എന്റെ കൂടെ പോരെ, നല്ല കിടിലം പാർട്ടി ആയിരിക്കും. സോഫി അത് പറയുമ്പോൾ ഈവ അതിന് സമ്മതിക്കുകയും ചെയ്തു.
അങ്ങനെ അവർ നേരെ അവരുടെ വീട്ടിലെത്തി. ഇപ്പൊ സമയം രാത്രി. പാർട്ടിക്ക് പോകാൻ വേണ്ടി സോഫി അവിടെ നിന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഈവ ഇപ്പൊ സോഫിയുടെ അടുത്ത് പറയുന്നത്. അതായത് ആ മുട്ടായി കഴിച്ചപ്പം അവളുടെ അച്ഛൻ അവളെ ഫോണിൽ വിളിച്ചത്. അത് കേൾക്കുമ്പോൾ സോഫിക്കും ഡൗട്ടായി. അവൾ ഉടനെ തന്നെ അവിടുത്തെ ഫോൺ ചെക്ക് ചെയ്തു. പക്ഷെ അത് ഡിസ്കണക്റ്റഡ് ആണ്. അങ്ങനെ അത് ചെക്ക് ചെയ്തതിനു ശേഷം സോഫി പറയുന്നത് ഒരു പക്ഷേ നിനക്ക് വല്ല ഹാലൂസിനേഷൻ സംഭവിച്ചാവുന്നതാണ്. അല്ല സോഫി, ശരിക്കും ഉണ്ടായതാണ്, ഇവ തറപ്പിച്ചു പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സോഫി നേരെ ആ കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്തു. എന്റെ അവള് പറയുന്നത് നീ ഇതിലെ മുട്ടായി കഴിച്ചില്ലേ, ചിലപ്പോൾ അത് കാരണം നിനക്ക് ഹാലൂസിനേഷൻ സംഭവിച്ചാവും. ഇനിയിപ്പോൾ അതൊന്നും നോക്കി നിൽക്കണ്ട, പാർട്ടിക്ക് ലേറ്റ് ആയി, നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് സോഫി അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അവർ പോവാൻ നേരത്ത് ഒരു കാര്യം അവർ മറന്നുപോയി. ആ കലണ്ടർ അവർ ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെ സോഫി ഈവയും ആ പാർട്ടി നടക്കുന്ന ബാറിലേക്ക് എത്തി. ബോറിസ് മാത്രമല്ല, അവന്റെ കൂടെ അവന്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ അവർ 4 പേരും കൂടെ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ അവരുടെ ആ സംസാരത്തിൽ ഈവയ്ക്ക് അവരുടെ ആ കമ്പനി തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉടനെ വീട്ടിൽ പോകണം എന്നാണ് അവള് പറയുന്നത്. അവരാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പോകുന്ന സമയത്ത് സോഫി ഇപ്പം ബോറിസിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റവന്റെ കൂടെ കൂടി. അതുകൊണ്ട് ഈവയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന ജോലി ഇപ്പൊ ബോറിസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ അയാൾ വേഗം അയാളുടെ വണ്ടിയിൽ അവളെ കയറ്റി അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ പോകുന്ന സമയത്താണ് ബോറിസ് അവന്റെ തനി സ്വഭാവം കാണിക്കുന്നത്. അവൾ ഹാൻഡിക്യാപ്ഡ് ആണെന്നും നോക്കാതെ അയാൾ അവളെ റേപ്പ് ചെയ്യാനൊരു ശ്രമം നടത്തി. എന്നാൽ അത് കാണുന്ന സോഫി ആണെങ്കിൽ അവന്റെ മൂന്തക്കെട്ട് ഒരു അടിയും വെച്ചു കൊടുത്തു. എന്നാൽ അടി കിട്ടിക്കഴിഞ്ഞപ്പം ബോറിസിനും അങ്ങോട്ട് ദേഷ്യം വന്നു. നീ എന്നെ അടിക്കാറായോടിന്നും പറഞ്ഞിട്ട് അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളുടെ ഡോറിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഈ സമയം ഇവയാണെങ്കിൽ ആ കാറിന്റെ ഹോൺ ഇങ്ങനെ നീട്ടി അടിക്കുന്നുണ്ട്. പക്ഷെ വേറെ ആരും തന്നെ അങ്ങോട്ട് ഓടി വരുന്നില്ല. എന്നാൽ അവിടെ ഹോൺ അടിച്ചു കഴിഞ്ഞപ്പം ആ ഈവിളുണ്ടല്ലോ അതിപ്പോൾ എഴുന്നേറ്റു. അതിനെ തുടർന്ന് അവളുടെ വീട്ടിലുള്ള ആ കലണ്ടറിൽ നിന്നും ആ ഈശി പൊങ്ങി വന്നു. ഈ സമയം തന്നെ ബോറിസ് ആണെങ്കിൽ ഇവളുടെ ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. മാത്രമല്ല അവളുടെ വീൽ ചെയറും പുറത്തേക്ക് വെച്ചു. എന്നിട്ട് നീ തനിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അയാൾ അയാളുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോയി. ഇതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം കൊണ്ട് ഇവയാണെങ്കിൽ ഇങ്ങനെ ഉറക്കെ കരയാണ്. പോയി ചത്തു തൊലയടാ എന്നാണ് അവളിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത്. അവൾ അത് പറഞ്ഞു കഴിഞ്ഞതും ആ കലണ്ടറിൽ നിന്നും 5ാമത്തെ ഡേറ്റിന് ആറ് ഓപ്പണായി. അതിനകത്തു നിന്നും ഒരു ടോയ് കാർ വെളിയിലേക്ക് വരികയാണ്. ഇത് മെഴ്സഡീസിന്റെ G-Wagon ആണ്. ഇതേ കാർ തന്നെയാണ് ആ ബോറിസിന്റെയും. അയാളിപ്പം വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും 5-ാം തീയതിയായി. ഈ സമയം തന്നെ ആ ടോയ് കാർ വെളിയിലേക്ക് വന്നത് ഇവയുടെ പട്ടിയായ മാർവിനും കണ്ടു. അവൻ ഉടനെ തന്നെ ആ ടേബിളിലേക്ക് കയറി ആ കാറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ ആ കാറിനെ അറ്റാക്ക് ചെയ്യുമ്പം അതിന്റെ ഇമ്പാക്ട് ആ ബോറിസിന്റെ കാറിന് ഉണ്ടാവുന്നുണ്ട്. ആ കാർ ഇങ്ങനെ ക്രഷ് ആവാൻ തുടങ്ങി. അതിനകത്തുനിന്ന് അയാൾക്കാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അതിനകത്ത് വിട്ട് അയാൾ മരിച്ചു പോവാണ്. അങ്ങനെ ബോറിസ് മരിച്ചു കഴിഞ്ഞപ്പം ആ കലണ്ടറിലെ 5ാമത്തെ ആറ് ക്ലോസ് ആവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവ ഇപ്പം ഒരു പാർക്കിലിരിക്കുകയാണ്. അതിലെ കുറച്ച് ആൾക്കാരൊക്കെ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഒരു ലേഡി അവളുടെ അടുത്തേക്ക് വരുന്നത്. അവളൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ ലേഡി ഇവയുടെ അവസ്ഥ കാണുന്നത്. അവൾ പാരലൈസ്ഡ് ആണെന്ന് മനസ്സിലാവുമ്പോൾ ഇനി തന്നെ കൊണ്ട് ഇവക്ക് ഉപകാരം എന്തെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവളെ നോക്കി ഒന്ന് ചെറുതായിട്ട് ചിരിച്ചതിന് ശേഷം ആ ലേഡി അപ്പുറത്തേക്ക് പോയി. ഈ ഒരു അവഗണന അവൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ അത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. എന്നാൽ ഈ സമയത്താണ് ഒരുത്തൻ അതിലെ വരുന്നത്. അവനിങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് പാട്ടും കേട്ടോണാണ് നടക്കുന്നത്. മാത്രമല്ല അവൻ കേൾക്കുന്ന പാട്ടിങ്ങനെ അവൻ ഉറക്കം മൂളുന്നുണ്ട് ഒരപശബ്ദത്തില്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ചിരിയാണ് വരുന്നത്. മാത്രമല്ല അവന്റെ ആ ലുക്കിൽ അവൾ അട്രാക്റ്റീവ് ആവുകയും ചെയ്തു. അങ്ങനെ അവൻ നേരെ അപ്പുറത്തെ സീറ്റിൽ ചെന്നിരുന്നു. ഇവന്റെ പേര് വില്യം എന്നാണ്. ഈ സമയത്താണ് ഇവയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അവൾ നോക്കുമ്പോൾ അത് സോഫിയാണ്. സോഫി പറയുന്നത് ബോറിസിന്റെ മരണവാർത്തയാണ്. അവന്റെ കാറിനകത്ത് ചതഞ്ഞരഞ്ഞിട്ടാണ് അവൻ മരിച്ചതെന്ന്. അത് കേട്ടതും സോഫിക്കൊരു ഞെട്ടലായിരുന്നു. തലേ ദിവസം അവൾ അവനെ പ്രാങ്കിയതൊക്കെ ഇപ്പൊ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അവള് പാർക്കിലാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ വരാം, നീ അവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് സോഫി ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവയുടെ ഫോണിലൊരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് മരിച്ചുപോയ ബോറിസാണ്. അതിലെഴുതിയിരിക്കുന്നത് സോറി, അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നാണ്. മാത്രമല്ല ആ മെസ്സേജിന്റെ അടിയിലായിട്ട് മൈ ട്രേഡർ എന്ന പേരിൽ ഒരു ലിങ്കും വന്ന് കിടപ്പുണ്ട്. പക്ഷെ ബോറിസിന്റെ ആ മെസ്സേജ് കാണുമ്പോൾ അവൾക്ക് ഡൗട്ടായി. കാരണം മരിച്ചുപോയ അവൻ എങ്ങനെയാണ് ഇപ്പൊ മെസ്സേജ് അയക്കുന്നത്? അങ്ങനെ സോഫി അങ്ങോട്ട് വന്നപ്പം അവൾ ആ മെസ്സേജിന്റെ കാര്യം സോഫിയുടെ അടുത്ത് പറഞ്ഞു. അതിനെ തുടർന്ന് സോഫിയെ ഫോൺ ചെക്ക് ചെയ്യുകയും ചെയ്തു. അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നാണ് സോഫി വിചാരിക്കുന്നത്. മാത്രമല്ല ആ മെസ്സേജ് ചെക്ക് ചെയ്തതിന് ശേഷം സോഫി അടുത്തായിട്ട് ചോദിക്കുന്നത് അതിന്റെ അടിയിലുള്ള ലിങ്കിനെ കുറിച്ചാണ്, ആ മൈ ട്രേഡർ ആപ്പിന്റെ. അത് നീ കാര്യമാക്കണ്ട, അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് എന്നാണ് ഈവ പറയുന്നത്. എന്നാൽ സോഫി അത് വിടുന്നില്ല. അവൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. അതിനെ തുടർന്ന് ആ ട്രേഡിംഗ് ആപ്പ് അവളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും ചെയ്തു. സോഫി ഇപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈവയാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന വില്യമിനാണ് ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ നിനക്ക് അവന് ഇഷ്ടപ്പെട്ടു അല്ലേ, എന്നാൽ പിന്നെ നിനക്ക് അവനോട് പോയിട്ട് സംസാരിച്ചൂടെ? സോഫി അത് പറയുമ്പോൾ അവള് പറയുന്നത് ഞാൻ അവനോട് പോയിട്ട് സംസാരിച്ചിട്ട് എന്ത് പറയണം? എന്റെ അരക്കി കീഴ്പോട്ട് തളർന്നു പോയിരിക്കുകയാണ്, നമുക്ക് ഡേറ്റ് ചെയ്യാമെന്നോ? അവൻ അതിന് സമ്മതിക്കുമോ? നീ ഒന്ന് പോയ പെണ്ണേ. ഈ സമയമാകുമ്പോഴേക്കും ആ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ട് അതിൽ കുറച്ച് പൈസ കാണിക്കുന്നുണ്ട്, 487 യൂറോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം സോഫി അവിടെ നിന്ന് പോയി. ഈ സമയം ഈവയാണെങ്കിൽ ആ ട്രേഡിംഗ് ആപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം അവൾ അതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. ഈ സമയത്താണ് വില്യം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അവൻ അതിലെ വരുമ്പം സോഫി അവനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ വില്യം ആണെങ്കിൽ അവിടെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവൾ നോക്കുമ്പം അവളുടെ പട്ടിയുടെ പാത്രം അവിടെ കിടക്കുന്നുണ്ട്. അത് അവളെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ടോയ് കാറിന്റെ അവശിഷ്ടങ്ങളാണ്. പക്ഷെ അത് കണ്ടിട്ട് അവൾക്ക് കാര്യം മനസ്സിലായില്ല.
അതുകൊണ്ട് അവൾ ആ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. എന്നിട്ട് രാത്രിയാകുമ്പോൾ അവൾ കയറി കിടന്നു. എന്നാൽ ഈ സമയത്താണ് ആ കലണ്ടറിൽ നിന്ന് അനൗൺസ്മെന്റ് വരുന്നത്. അതിനെ തുറന്ന് അവൾ ചെന്നിട്ട് അടുത്ത അറ ഓപ്പൺ ചെയ്തു. അതിനകത്തും ഒരു മുട്ടായാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിൽ പ്രണയത്തിന്റെ ഒരു സിമ്പലും ഉണ്ട്. അവളത് തുറന്നു നോക്കുമ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ള ചുവന്നൊരു മുട്ടായാണ് അതിനകത്ത്. പക്ഷെ അവളത് ഇപ്പൊ കഴിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി, ഇന്ന് 6-ാം തീയതിയാണ്. ഈവ ഇപ്പം ഒരു റെസ്റ്റോറന്റിലിരിക്കുകയാണ്. ആ റെസ്റ്റോറന്റിന്റെ തീം തന്നെ പ്രണയത്തിന്റെ തീമാണ്. അവൾ അവിടെ ഇരിക്കുമ്പോൾ ആ വില്യമോ അങ്ങോട്ട് വന്നു. എന്നിട്ട് അവളുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവൻ ഇരിക്കുന്നത്. പക്ഷെ അവൻ അവിടെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഈ സമയത്താണ് അവിടുത്തെ വെയിറ്റർ വന്നിട്ട് അവന്റെ ഓർഡർ എടുക്കുന്നത്. അവൻ ഒരു ഗ്ലാസ് വൈൻ മതി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇവയും ശ്രദ്ധിക്കുന്നുണ്ട്. ആ വെയിറ്റർ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ അതേ വൈൻ തന്നെ എനിക്കും മതി എന്നാണ് അവളിപ്പോൾ വെയിറ്ററിന്റെ അടുത്ത് പറയുന്നത്. അതിനെ തുറന്ന് വെയിറ്റർ വൈൻ എടുക്കാൻ പോയി. അങ്ങനെ അവൾ വൈൻ എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ വെയിറ്ററുടെ ട്രേയിൽ 2 കപ്പ് കോഫി ഉണ്ട്. അതുകൊണ്ട് അവൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രേ എടുത്തിട്ട് ഇവയുടെ ടേബിളിൽ വെച്ച് ആ കോഫി എടുത്ത് അത് സെർവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വെയിറ്റർ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള ആ മുട്ടായി ഉണ്ടല്ലോ, ആ ഹാർട്ട് ഷേപ്പിലുള്ള മുട്ടായി, അതെടുത്തിട്ട് ആ വില്യമിന്റെ വൈനിലേക്ക് ഇട്ടു. ഇതൊന്നും ആരും കാണുന്നില്ല. അതിനെ തുറന്ന് വെയിറ്റർ വന്ന് ആ വൈൻ എടുത്തിട്ട് വില്യമിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവൻ ആ വൈൻ കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നേരെ ഇവയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവനെ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് വില്യം, ഞാനൊരു നേഴ്സാണെന്ന്. അങ്ങനെ ആ റെസ്റ്റോറന്റ് അടയ്ക്കുന്നത് വരെ അവൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പോവാൻ നേരം ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്നാണ് വില്യം പറയുന്നത്. അങ്ങനെ അവൻ അവളെ അവന്റെ കാറിലേക്ക് കയറ്റിയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു. എന്നാൽ പിരിയാൻ നേരത്ത് അവർ പരസ്പരം അവരുടെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെ വീട്ടിന്റെ മുറ്റത്ത് ഇറക്കിയിട്ടാണ് വില്യം അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ 12 മണിയായി കഴിഞ്ഞപ്പം അവൾ ആ കലണ്ടറിന്റെ 7-ാമത്തെ അറ തുറന്നു. അതിനകത്തും ഒരു മുട്ടായിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ മുട്ടായിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു ക്ലോക്ക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അവൾ ഉടനെ തന്നെ അതെടുത്ത് കഴിച്ചു. അതിനകത്ത് കഴിച്ചു കഴിഞ്ഞതും 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പം അവളുടെ ഫോണിൽ ഒരു അലേർട്ട് വന്നു. അത് ആ ട്രേഡിംഗ് ആപ്പിന്റെ ആണ്. അതിനെ തുറന്ന് അവൾ ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 15 മിസ് കോളും 12 മെസ്സേജുമാണ് അതിൽ കാണിക്കുന്നത്. മാത്രമല്ല ഈ സമയം അവിടെ നോക്കുമ്പോൾ കലണ്ടറിലെ 4 അറകൾ ഓപ്പൺ ആയിട്ടുണ്ട്. മാത്രമല്ല 4 മുട്ടായിയുടെ കവർ അവളുടെ കയ്യിലുണ്ട്. അതായത് ആ ക്ലോക്ക് ഷേപ്പിലുള്ള ആ മുട്ടായി അവൾ കഴിച്ചല്ലോ, അത് കഴിച്ചതുകൊണ്ട് ഇപ്പൊ അവളുടെ 4 ദിവസമാണ് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ 10-ാം തീയതിയാണ് അവൾ ഓഫീസിലേക്ക് പോകുന്നത്. ഇപ്പൊ 4 ദിവസം ഒന്നും പറയാതെ ഓഫ് എടുത്തുകൊണ്ട് അവളുടെ ബോസ് ആണെങ്കിൽ അവളെ വല്ലാണ്ട് വഴക്ക് പറയുന്നുണ്ട്. മാത്രമല്ല ഇനി നീ ഇവിടെ ജോലിക്ക് വരണ്ട, നിന്റെ ഡ്യൂട്ടിയൊക്കെ ഇനി മറിയും ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് അയാൾ അവൾ അവിടുന്ന് പറഞ്ഞുവിടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൾ ഉടനെ തന്നെ വില്യമിനെ വിളിച്ചു. അവനാണ് അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവൾ ആ മുട്ടായി കഴിച്ചതിനെ തുടർന്നുണ്ടായ അവളുടെ എല്ലാ അനുഭവങ്ങളും അവന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവന് കൊടുത്ത ആ ഹാർട്ട് ഷേപ്പ് മുട്ടായി ഉണ്ടല്ലോ, അതിന്റെ കാര്യം മാത്രം അവൾ മനഃപൂർവ്വം മറച്ചു വെച്ചു. എന്നാൽ അവനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവനിപ്പോ പറയുന്നത് നീ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്, നിനക്കിതൊക്കെ തോന്നുന്നതായിരിക്കും, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വില്യം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വില്യം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ ഇതിനു മുമ്പ് കഴിക്കാതെ എടുത്തു വെച്ചൊരു മുട്ടായി ഉണ്ടല്ലോ, അതായത് ജീസസ് മുടന്തരോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു എന്നൊരു വചനം എഴുതിയ മുട്ടായി, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് അവൾ എടുത്തതിന് ശേഷം അത് കഴിക്കാതെ താഴേക്ക് തന്നെ വെച്ചു. എന്നാൽ ഈ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ മുട്ടായി കടലാസിലൊക്കെ എന്തൊരു സിമ്പല് കാണുന്നുണ്ട്. അതുകൊണ്ട് അവൾ അതെല്ലാം അങ്ങനെ കൂട്ടിവെച്ചു. അത് കൂട്ടിവെച്ച് കഴിഞ്ഞപ്പം ഒരു കമ്പനിയുടെ പേരാണത് കാണിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നി. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫോൺ എടുത്തിട്ട് ആ ട്രേഡിംഗ് ആപ്പ് ഓപ്പൺ ആക്കി ആ കമ്പനി ഓപ്പൺ ചെയ്തു. എന്നിട്ട് അവളുടെ ആ ബാലൻസ് ഉള്ള 487 യൂറോ ഉണ്ടല്ലോ, അത് ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ആപ്പിൽ അവളുടെ ഏണിങ്സ് കാണിക്കുന്നത് 9 സെന്റ് ആണ്. അത് കാണുമ്പോൾ ശരിക്കും ചിരി വന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ നേരെ കലണ്ടറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇന്ന് രാത്രി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും പറഞ്ഞ് കുറച്ച് പുസ്തകങ്ങൾ ആ കലണ്ടറിന് മുകളിലേക്ക് വെച്ചു. എന്നിട്ടാണ് അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ 11-ാം തീയതി മിഡ് നൈറ്റ് ആയി. കറക്റ്റ് 12 മണിയായപ്പം ആ പുസ്തകങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കലണ്ടർ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ഒരു ചുവന്ന പ്രകാശം വരുന്നുണ്ട്. അതിനെ തുടർന്ന് ആ കലണ്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി. മാത്രമല്ല അതിൽ നിന്നൊരു ശബ്ദം വരുന്നുണ്ട്. അതിപ്പോ മാർവിൻ അതിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആ ശബ്ദം കേട്ടതും മാർവിൻ ഇപ്പൊ ആ കലണ്ടറിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം 11-ാം തീയതിത്തെ ആ അറ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്നത് എല്ലിന്റെ ഷേപ്പിലുള്ള ഒരു മുട്ടായിയാണ്. അത് കാണുമ്പോൾ മാർവിൻ ചെന്നിട്ട് ആ മുട്ടായി എടുത്തു. എന്നിട്ട് അത് വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അത് വെളിയിലേക്ക് നടക്കുന്ന സമയത്ത് ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. മാത്രമല്ല അത് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അടയുകയും ചെയ്തു. അങ്ങനെ നേരം വെളുത്ത് കഴിയുമ്പോൾ ഈ വെപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ട്രേഡർ ആപ്പിന്റെ കുറെ നോട്ടിഫിക്കേഷൻ അവൾക്ക് വരുന്നത്. അവൾക്ക് ഇപ്പൊ ടോട്ടല് 486 യൂറോ അവൾക്ക് ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അവൾ അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്നും മാർവിന്റെ കൊര അവള് കേൾക്കുന്നത്. അതിനെ തുറന്ന് അവൾ വാതിലോടും. ആ കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. മാർവിന്റെ ദേഹത്ത് മൊത്തം ചോരയാണ്. അങ്ങനെ അവൾ വേഗം തന്നെ അവന്റെ ശരീരത്തിൽ ആ ചോരയൊക്കെ തുടച്ചു കളഞ്ഞു. ഈ സമയത്താണ് അവന്റെ വായിൽ നിന്നും അവൾക്കൊരു ലോക്കറ്റ് കിട്ടുന്നത്. അത് അവളുടെ ബോസായ ജോണിന്റെ കഴുത്തുള്ള ലോക്കറ്റ് ആയിരുന്നു. അങ്ങനെ അവൾ വേഗം ഫോൺ എടുത്ത് ജോണിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. പക്ഷെ കോള് കണക്ട് ആവുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് ശരിക്കും ഡൗട്ടായി. അവൾ ഉടനെ തന്നെ അവളുടെ വേസ്റ്റ് ബിൻ ചെക്ക് ചെയ്തു. അതിൽ നിന്നും ആ ടോയ് കാറിന്റെ ഫ്രണ്ട് ഭാഗം അവൾക്ക് കിട്ടി. ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ ബോറിസിന്റെ കാർ ഇരുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യമൊക്കെ തീർച്ചയായും മാർവിനാണ് ബോറിസിനെ കൊന്നത്. മാത്രമല്ല ഇപ്പൊ ജോണിനെയും മാർവിൻ കൊന്നിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പുറകില് ആ കലണ്ടറാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ അവൾ വേഗം തന്നെ അവളുടെ ടേബിളിലേക്ക് ചെന്നു. എന്നിട്ട് ഇതുവരെയുള്ള ഡേറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി എഴുതി വെക്കുകയാണ്.
മാത്രമല്ല ആ ഡേറ്റുകളുടെ ഒക്കെ മുകളിലായിട്ട് അവൾ കഴിച്ച ആ മുട്ടായി കടലാസും വെച്ചു. എന്നിട്ട് ഓരോ മുട്ടായി കഴിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ അവൾ അവിടെ എഴുതി വെച്ചു. ഇപ്പോഴവൾ ഇതുവരെ കഴിക്കാത്ത ആ മുട്ടായി അവിടെ ഇരിക്കുന്നുണ്ട്. അത് ആ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ മുട്ടായിയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവൾ അവിടെ വെയിറ്റ് ചെയ്യാണ് മിഡ് നൈറ്റ് ആവാൻ വേണ്ടി. അങ്ങനെ 12-ാം തീയതി മിഡ് നൈറ്റ് ആയി കഴിഞ്ഞപ്പം അടുത്ത ആർ ഓപ്പണായി. അതിനകത്തുണ്ടായിരുന്നത് അവൾ ഇതുവരെ കഴിക്കാതെ വെച്ചിരിക്കുന്ന മുട്ടായി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മുട്ടായിയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് അവൾ ആ മുട്ടായി എടുത്ത് കഴിച്ചു. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞതും അവളുടെ വീൽ ചെയർ മൊത്തത്തിൽ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. എന്നാൽ കുറച്ച് സമയം നേരത്തേക്ക് അതുണ്ടായിരുന്നുള്ളൂ. അതിനെ തുടർന്ന് സ്റ്റോപ്പായി. എന്നാൽ ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കഴിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന അതേ മുട്ടായി ഉണ്ടല്ലോ, അതും കൂടെ എടുത്തും കഴിച്ചു. അതിനെ തുടർന്ന് വീണ്ടും അവൾ കുലുങ്ങാൻ തുടങ്ങി. മാത്രമല്ല ഇത്തവണ അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ ബോധം പോവാണ്. പിന്നീട് അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലാണുള്ളത്. അവൾ നോക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ആ വില്യം ഇരിക്കുന്നുണ്ട്. അവനാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയം അവൾ ചോദിക്കുന്നത് എനിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ്. അതേക്കുമ്പോൾ എന്താ നിനക്കൊന്നും ഓർമ്മയില്ലേ? നീ സ്ട്രീറ്റിൽ കിടക്കായിരുന്നു നിന്റെ കലണ്ടറും കെട്ടിപ്പിടിച്ചോണ്ട്. നീ എന്തോ അതിനെ വിടാൻ കൂട്ടാക്കാത്ത പോലെ. നീ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്? നിന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തോ? അതേക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് അവൾ മറുപടി പറയുന്നത്. എന്നൊരു കാര്യം ചെയ്യ്, നീ റെസ്റ്റ് എടുക്ക്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ നിനക്ക് ഇവിടുന്ന് പോവാം എന്നാണ് വില്യം പറയുന്നത്. ഈ സമയത്ത് അവൾ നോക്കുമ്പോൾ അവളുടെ അപ്പുറത്തെ റൂമിലായിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ വല്ലാണ്ട് വിറക്കിയാണ്. എന്തൊക്കെ ഡെവിളിന്റെ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈവ അവളെ നോക്കുന്ന കാണുമ്പോൾ ആ ലേഡി ഒന്ന് ചിരിച്ചതിന് ശേഷം അവരുടെ ആ കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ ഇപ്പോൾ അവളെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ആ സ്കാനറിന്റെ അകത്ത് കിടക്കുമ്പോൾ അവൾക്ക് രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അതിലവൾ കാണുന്നത് അവൾ ആ കലണ്ടറും എടുത്തുകൊണ്ട് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. അങ്ങനെ സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞപ്പം അവൾ താഴേക്ക് വീണു. ഈ സമയം ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ നിന്നും അപ്പൊ തനിക്ക് നടക്കാൻ പറ്റി എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ 13-ാം തീയതി മിഡ് നൈറ്റ് ആയി. ഈവ ഇപ്പം ഹോസ്പിറ്റലിൽ ഒരു ബെഡിൽ കിടക്കാണ്. ഈ സമയം അവളുടെ അപ്പുറത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട ലേഡി ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ഈവിളിൽ നിന്ന് രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവളിപ്പോൾ ആ അഡ്വന്റ് കലണ്ടറുമായിട്ട് ഈവയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അതിലെ 13-ാമത്തെ ആർ ഓപ്പൺ ചെയ്യാനാണ് ആ ലേഡി ഇപ്പൊ ഈവയുടെ അടുത്ത് പറയുന്നത്. ആ ലേഡിയുടെ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ അവൾ അത് ഓപ്പൺ ചെയ്തു. അതിനകത്തുണ്ടായിരുന്നത് കുരിശു വരച്ച ഒരു ചോക്ലേറ്റ് ആണ്. അവൾ ഉടനെ തന്നെ അതെടുത്തിട്ട് ആ ലേഡിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതിനെ തുടർന്ന് അവളെ നോക്കി നിന്ന് ചിരിച്ചതിന് ശേഷം ആ ലേഡി വെളിയിലേക്ക് പോവാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ആയി ഈവ അവളുടെ വീട്ടിലേക്ക് എത്തി. ചെന്ന ഉടനെ തന്നെ അവൾ അവളുടെ ടേബിളിലായിട്ട് 12-ാം തീയതി നടന്നതും 13-ാം തീയതി നടന്ന കാര്യങ്ങളും അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അതിൽ 12-ാം തീയതി ഡേറ്റിൽ അവൾ എഴുതുന്നത് ഞാൻ നടന്നു എന്നാണ്. ഈ സമയത്താണ് അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. അത് ട്രേഡിംഗ് ആപ്പിന്റെ ആണ്. അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 14,000 യൂറോ ഉണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. അവളിപ്പോൾ ആ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോഴാണ് 14-ാമത്തെ ആർ ഓപ്പൺ ആവുന്നത്. അതിനകത്തുണ്ടായിരുന്നത് അവളുടെ അച്ഛന് ഇഷ്ടപ്പെട്ട ആ മുട്ടായി ആയിരുന്നു. പക്ഷെ അവൾ അതിപ്പോൾ കഴിക്കുന്നില്ല. അതുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നേരം വെളുത്തപ്പോൾ തന്നെ അവൾ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തി. വീടിന്റെ മുറ്റത്തായിട്ട് ഈ വീട് വിൽക്കാൻ പോവാണ് എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്നും നോക്കിയതിനു ശേഷം വീട്ടിന്റെ അകത്തേക്ക് കയറി അവൾ ആഗ്നസിന്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ വീട് വിൽക്കാൻ പോകുന്നതെന്നാണ്. അതേക്കുന്ന ആഗ്നസ് പറയുന്നത് നിന്റെ അച്ഛന്റെ ഇപ്പത്തെ ഭാര്യ ഞാനല്ലേ, പുള്ളിക്കാണെങ്കിൽ ഈ വീടിനെ കൊണ്ട് ആവശ്യമൊന്നുമില്ല, പുള്ളിയെ ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാൻ പോവാണ് എന്നാണ് ആഗ്നസ് പറയുന്നത്. അങ്ങനെ ആഗ്നസിനോട് സംസാരിച്ചതിന് ശേഷം അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പൊ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ അവളെ തിരിച്ചറിയുന്നൊന്നുമില്ല. അതുകൊണ്ട് അവൾ ആ ചോക്ലേറ്റ് എടുത്ത് അയാളുടെ വായിൽ വെച്ചു കൊടുത്തു. എന്നാൽ ആ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞപ്പം അയാൾക്കിപ്പം അവളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ബർത്ത്ഡേക്ക് അവളെ വിളിച്ചായിരുന്നല്ലോ, ആ കാര്യം അയാൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവളെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അയാൾ ചില കാര്യങ്ങൾ അവളുടെ അടുത്ത് പറയാണ്. നിന്നിപ്പോ സഹായിക്കുന്ന ആ കലണ്ടർ ഉണ്ടല്ലോ, അത് നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ നടക്കാൻ വരെ അത് സഹായിക്കും. പക്ഷെ അതിനൊക്കെ പകരമായിട്ട് നീ പല സാക്രിഫൈസും ചെയ്യേണ്ടി വരും. നീ ഒരുപാട് ആൾക്കാരെ കൊല്ലേണ്ടി വരും. അത് ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഞാനും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും നീ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. അപ്പൊ തന്നെ എന്നെ കൊന്നു കളഞ്ഞിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഈവിൾ നിന്നെ തന്നെ കൊന്നു കളയും എന്നാണ് അവൾ അച്ഛൻ പറയുന്നത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഓർമ്മയൊക്കെ പോയി. ഇതെല്ലാം കേട്ട് ഈവയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15-ാം തീയതി മിഡ് നൈറ്റ് ആയി. ആ കലണ്ടറിൽ നിന്നും ആ ഇഷിയുടെ രൂപം പൊങ്ങി വന്നു. ഇത്തവണയും അവക്കൊരു മുട്ടായിയാണ് കിട്ടുന്നത്. എന്നാൽ ഇപ്പൊ അത് കഴിക്കാതെ അവൾ അതുമായിട്ട് നേരെ പോകുന്നത് ആ വില്യമിന്റെ അടുത്തേക്കാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മുട്ടായി അവളെ നടക്കാൻ സഹായിക്കുന്ന മുട്ടായിയാണ്. അത് അവനൊന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ മുമ്പിൽ വെച്ചിട്ട് അവൾ ആ മുട്ടായി കഴിച്ചു. അതിനെ തുടർന്ന് പഴയതുപോലെ തന്നെ അവളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. മാത്രമല്ല അവളിപ്പോൾ ആ വീൽ ചെയറിൽ നിന്ന് താഴേക്ക് വീണു. അവൾ താഴേക്ക് വീണതും അവൻ ഇരുന്നിട്ട് അവളുടെ കാലിൽ പിടിച്ചു. സാധാരണ അവളുടെ കാലിൽ ആരെങ്കിലും ടച്ച് ചെയ്താൽ അവൾക്കത് ഫീൽ ചെയ്യാത്തതാണ്. എന്നാൽ ഇപ്പം അവൻ അവളെ പിടിച്ചപ്പോൾ അവൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവനെ കിസ് ചെയ്യാണ്. അങ്ങനെ രാവിലെ ആയപ്പം അവൾ പറഞ്ഞതിനെ തുടർന്ന് അവൻ അവളെ സ്വിമ്മിംഗ് പൂളിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കാറും എടുത്തിട്ട് തിരിച്ചു പോവാണ്. എന്നാൽ പോകുന്ന വഴിക്കാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ വീടിന്റെ കീ കാറിനകത്ത് വീണ് കിടക്കുന്നുണ്ട്. അത് അവൾ എടുത്തിട്ടില്ല. ഇതേ സമയം തന്നെ ഈവയാണെങ്കിൽ സ്വിമ്മിംഗ് സൂട്ടൊക്കെ ഇട്ട് പൂളിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം കുറച്ചപ്പുറത്തായിട്ട് ആന്റണി ഇരിക്കുന്നുണ്ട്. അവളങ്ങോട്ട് വരുന്ന കണ്ടപ്പം ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചിട്ട് ആന്റണി ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നു. എന്നാൽ സഹായിക്കണ്ട എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് ആന്റണി ഇപ്പൊ പൂളിലേക്ക് ചാടി. ഇതേ സമയം തന്നെ ആ വില്യമാണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഈവയുടെ വീട്ടിലേക്കാണ്, ആ കീ അവിടെ വെക്കാൻ വേണ്ടി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവൻ അവന്റെ ഫോൺ എടുത്തിട്ട് ഈവയെ വിളിച്ചു.
പക്ഷെ കുളിക്കുന്നതായതുകൊണ്ട് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നൊക്കെ അവളുടെ വോയിസ് മെയിലേക്കാണ് പോകുന്നത്. അവനതിൽ പറയുന്നത് ഞാൻ നിന്റെ വീടിന്റെ കീ നിന്റെ ഡോറിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ ആ കീ ആ ഡോറിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് അവൻ അവന്റെ കാറിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വീടിന്റെ ഡോർ തുറന്നെടുക്കുകയാണ്. അതുകൊണ്ട് അവൻ പിന്നെയും ചെന്നിട്ട് ആ ഡോറ് പൂട്ടി പിന്നെയും കീ അവിടെ വെച്ച് നേരെ കാറിലേക്ക് വന്നു. എന്നാൽ ഇപ്പൊ നോക്കുമ്പോഴും ആ ഡോർ ഓപ്പണായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് സംശയം തോന്നുന്ന അവൻ വീടിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ആ വീടിന്റെ ഉൾഭാഗം പരിശോധിക്കുമ്പോൾ അവൾ അവളുടെ ടേബിളിലായിട്ട് മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ അവൻ കാണുന്നുണ്ട്. അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീടിന്റെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ചെന്നിട്ട് ആ ഫോൺ എടുത്തു. എന്തോ അതിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ആ കലണ്ടറിൽ നിന്നും ആ ഇഷി പൊങ്ങി വരുന്നത്. അതിനെ തുടർന്ന് അവൻ കലണ്ടറിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഇഷി ഒന്ന് തൊട്ടു. എന്നാൽ അവൻ ടച്ച് ചെയ്യുമ്പോഴേക്കും ഇഷി താഴേക്ക് പോയി. ഈ സമയത്താണ് ആ കലണ്ടറിന്റെ ഗ്ലാസ്സിൽ എന്തോ ഒരു സാധനം എഴുതി കാണിക്കുന്നത്. പക്ഷെ അത് തല തിരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനത് മനസ്സിലാവുന്നില്ല. ഈ സമയം അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലണ്ടർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇതാണ് എല്ലാത്തിനും പ്രശ്നം എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ആ കലണ്ടർ എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതേസമയം തന്നെ ഇവയാണെങ്കിൽ ആ പൂളിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വില്യം വേഗം തന്നെ സിറ്റിയിൽ ഒരു കായലിന്റെ അടുത്തേക്ക് എത്തി. അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം അവൻ ആ കലണ്ടർ എടുത്ത് ആ കായലിലേക്ക് എറിയാണ്. എന്നാൽ അത് കായലിലേക്ക് എറിഞ്ഞതും അവിടെ നിന്ന് ഇങ്ങനെ പുക വരാൻ തുടങ്ങി. മാത്രമല്ല അന്തരീക്ഷത്തിന്റെ കളർ മൊത്തം മാറുന്നുണ്ട്. ഈ സമയത്താണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ ഇഷി എന്ന് പറയുന്ന ഡെവിൾ ഉണ്ടല്ലോ, അത് ആ കായലിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്നു. അത് കണ്ടതും അവൻ ഓടി കാറിൽ കയറി. എന്നാൽ അവനത് ഓടിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഇഷി വന്നിട്ട് അവൻ അതിൽ നിന്ന് ഇറക്കി. എന്നിട്ട് അവനെ എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് പോയിട്ട് അവൻ ആ വെള്ളത്തിലിട്ട് മുക്കുകയാണ്. ഈ സമയവും ഈവയാണെങ്കിൽ ആ പൂളിൽ നീന്തുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവൾ ആ പൂള് വഴി കായലിന്റെ അടിയിലേക്ക് എത്തുന്നത്. അവൾക്കിപ്പോൾ ആ വില്യമിനെ കാണാനും പറ്റി. അവൾ വേഗം തന്നെ വില്യമിന്റെ അടുത്തേക്ക് നീന്തി. പക്ഷെ അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മുകളിലേക്ക് നീന്തി പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും 16-ാം തീയതി മിഡ്നൈറ്റ് ആയി. അങ്ങനെ അവൾ വേഗം തന്നെ ആ കായലിൽ നിന്ന് കരയിലേക്ക് കയറി. ഈ സമയത്താണ് ഇഷി അവളുടെ അടുത്തേക്ക് വരുന്നത്. അതിന്റെ കയ്യിൽ ആ കലണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ അവളുടെ വീട്ടിലെ സോഫയിലാണ് കിടക്കുന്നത്. നേരം വെളുത്തിട്ടുണ്ട്. ഈ സമയം അവൾ നോക്കുമ്പോൾ പുറത്തുനിന്നും ആന്റണി ഇങ്ങനെ വാതിൽ മുട്ടി വിളിക്കുകയാണ്. അവനിപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, നീ എങ്ങനെയാണ് പൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത്? നിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതുമായിട്ട് വന്നതാണ്, നീ ഈ വാതിലും തുറക്ക്. എന്നാൽ അവനതൊക്കെ പറയുമ്പോൾ, നീ ആരാണ് എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കേ എന്ന് പറഞ്ഞിട്ട് അവൾ അവനവിടുന്ന് ഇറക്കി വിടാണ്. അങ്ങനെ 17-ാം തീയതി മിഡ്നൈറ്റ് ആയി. ആ അറ ഓപ്പൺ ആയതിനെ തുടർന്ന് അവൾ അതിലെ മുട്ടായി എടുത്തു. ഡബ്ല്യു എന്ന് എഴുതിയിരിക്കുന്ന ഒരു മുട്ടായിയാണത്. അത് വില്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ ആ മുട്ടായി ഉടനെ തന്നെ എടുത്ത് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞതും അവിടുത്തെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ ഫോൺ എടുത്തിട്ടും ബെല്ലടി നിൽക്കുന്നില്ല. അത് വേറെ എവിടുന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ ആ ഫോൺ റിംഗ് ചെയ്യുന്നതിനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവൾ അവളുടെ ബാത്റൂമിലേക്ക് എത്തി. ഈ സമയത്താണ് അവളൊരു കാഴ്ച കാണുന്നത്. അവളുടെ ബാത്റൂമിലെ കണ്ണാടിയിലായിട്ട് ചെറിയൊരു പ്രകാശം കാണുന്നുണ്ട്. അവൾ അതിലൂടെ നോക്കുമ്പോൾ ആ കണ്ണാടിക്ക് അപ്പുറത്തായിട്ട് കാണുന്നത് അവളുടെ റൂം തന്നെയാണ്. അവിടെ ഇപ്പൊ വില്യം നിൽക്കുന്നുണ്ട്. ഇവളിപ്പോ ഈ കാണുന്നത് കുറച്ചു മുമ്പ് വില്യമിന് സംഭവിച്ച കാര്യമാണ്. അതായത് ആ കീ വെക്കാൻ വേണ്ടി അവൻ അവളുടെ വീട്ടിലേക്ക് വന്നായിരുന്നല്ലോ, അതിന് തുറന്ന് അവൻ അകത്തേക്ക് കയറിയില്ലേ, ആ കാര്യങ്ങളാണ്. അവനിപ്പം ഫോൺ ബെല്ലടിച്ചതിനെ തുറന്ന് ഫോൺ എടുത്തു. പക്ഷെ ഒന്നും മനസ്സിലാവാത്തോണ്ട് ആ ഫോൺ വെച്ചിട്ട് അവൻ ആ കലണ്ടറിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം കലണ്ടറിലായിട്ട് ഒരു കാര്യം എഴുതി കാണിച്ചല്ലോ, അത് അപ്പുറത്ത് നിന്ന് ഇവ എഴുതിയതാണ്. അതുകൊണ്ടാണ് അത് തല തിരിഞ്ഞു വന്നത്. അവൾ എഴുതിയിരുന്നത് ഒരു കാരണവശാലും ഈ കലണ്ടർ കളയരുതെന്നാണ്. പക്ഷെ അത് അവന് മനസ്സിലാവാത്തോണ്ട് അവൻ ആ കലണ്ടർ എടുത്തോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ 18-ാം തീയതി മിഡ്നൈറ്റ് ആയി. എന്നാൽ ഇത്തവണ ആ അറയിൽ നിന്നും മുട്ടായി എല്ലാം ഒക്കെ കിട്ടിയത്. അതിൽ നിന്നൊരു കത്തി മുകളിലേക്ക് പൊങ്ങി വന്നു. അവൾ ആ കത്തി എടുത്ത് നോക്കുമ്പോൾ അതിലൊരു നായയുടെ ചിത്രമുണ്ട്. അതിന്റെ അർത്ഥം അവൾ അവളുടെ പട്ടിയെ കൊല്ലണം എന്നാണ്. പക്ഷെ അത് അവളെ കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ കത്തി എടുത്ത് താഴേക്ക് വെച്ചു. എന്നാൽ അത് അവൾ താഴേക്ക് വെച്ചതും ഇഷി വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ചു. അതുകൊണ്ട് പട്ടിയെ കൊല്ലാന്നല്ലാതെ അവളുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സോഫി ഇപ്പൊ ഇവയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ആ വീട്ടിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടെ ബാത്ടബിലായിട്ട് അവൾ അവളുടെ പട്ടിയെ കൊന്ന് ആ കത്തിയും പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ രാത്രിയാകുമ്പോൾ സോഫി അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി എന്റെ ആ പട്ടി അവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്നത്തെ രാത്രി ഇവയുടെ കൂടെ ഇവിടെ കഴിയാനാണ് സോഫി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ സോഫി വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അതിനിടയിലാണ് 12 മണിയായി ആ കലണ്ടറിൽ നിന്നും അടുത്ത ഡോർ ഓപ്പൺ ആവുന്നത്. സോഫി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു മുട്ടായിയായിരുന്നു. ആ മുട്ടായിലെ ചിത്രം കണ്ടപ്പോൾ തന്നെ ഇത് ആണുങ്ങളെ വശീകരിക്കുന്ന മുട്ടായിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ സോഫി നൈസായിട്ട് അത് മാറ്റിവെച്ചു. എന്നാൽ ഈ സമയത്താണ് ഇവ അങ്ങോട്ട് വരുന്നത്. എന്താണ് നിനക്ക് കിട്ടിയത് എന്നാണ് ഇവ ചോദിക്കുന്നത്. എന്നാൽ സോഫി അത് മറച്ചു വെച്ചു. എനിക്കൊരു ചൂയിങ്കോ ആണ് കിട്ടിയതെന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ പോക്കറ്റിൽ നിന്നൊരു ചൂയിങ്ക് എടുത്തു കൊടുത്തു. ഇവയാണെങ്കിൽ അത് കിട്ടിയപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്തു. പക്ഷെ റോങ് ആയിട്ടുള്ള സാധനമാണ് കഴിച്ചത് എന്ന കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ. അവൾക്കാണെങ്കിൽ ഒന്നും സംഭവിച്ചുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സോഫി ഇവയും കൂട്ടി നേരെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ്, അവളുടെ കാറിൽ. ഇപ്പോഴും അവൾ ആ ചൂയിങ്ക് ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അവൾക്ക് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവൾ ആ ചൂയിങ്ക് എടുത്ത് കളഞ്ഞു. ഇനി കാണിക്കുന്നത് 20-ാം തീയതിയിലത്തെ മുട്ടായി കഴിച്ചതിനെ തുടർന്ന് അവൾക്കുണ്ടായ ഒരു സംഭവമാണ്. അത് അവളുടെ ഒരു ഓർമ്മയായിരുന്നു. അതായത് അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ കാറിലിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി അവരെ വന്നിടിച്ചു. ഇങ്ങനെയാണ് ഇവള് പാരലൈസ്ഡായി പോയത്. ഈ കാര്യങ്ങളൊക്കെ അവളിപ്പോൾ സോഫിയുടെ അടുത്ത് പറഞ്ഞു.
അങ്ങനെ 21-ാം മിഡ് നൈറ്റ് ആയി. ഇവയാണെങ്കിൽ ആ കലണ്ടറും പിടിച്ച് അവിടുത്തെ സോഫയിലിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഇഷി പൊങ്ങി വരുന്നത്. എന്നാൽ ഇത്തവണ ഇഷി ഉണ്ടായിരുന്നില്ല, അതിന്റെ സ്പ്രിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഡൗട്ടും തോന്നി. ഈ സമയം സോഫി അവളുടെ അടുത്തേക്ക് വന്നു. ഇപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ മുട്ടായി അവൾ ആ നടക്കാൻ സഹായിക്കുന്ന മുട്ടായിയാണ്. ഇപ്പൊ അവളുടെ ആ വിഷമൊക്കെ കാണുമ്പോൾ സോഫി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ലേ ഇതിനൊക്കെ കാരണം, ഞാൻ നിന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു, ഞാൻ ഈ ഗിഫ്റ്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് അനുഭവിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അവൾ ആ കാര്യം പറയുമ്പോഴാണ് ഇവയെ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. ശരിയാണ്, നീ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നിനി നീ എന്റെ കൂടെ ഇരിക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്ക് അടുത്ത് കഴിക്കാനുള്ള മുട്ടായി വന്നു, ഇത് ഞാൻ നടക്കുന്ന മുട്ടായിയാണ്, അതെന്തായാലും നീ എന്റെ കൂടെ ഇരുന്ന് കാണണ്ട, കാരണം അത് നിനക്ക് അപകടമാണ്, അതുകൊണ്ട് നീ ഇവിടുന്ന് പോവാൻ നോക്ക് എന്നാണ് ഇവ പറയുന്നത്. എന്നാൽ സോഫി ഇത് സമ്മതിക്കുന്നില്ല. നിനക്ക് നടക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നീ ഇപ്പൊ തന്നെ ഇത് ഇവിടുന്ന് കഴിക്കി. പക്ഷെ സോഫി അത് പറഞ്ഞിട്ടും അവളത് സമ്മതിക്കുന്നില്ല. ഞാൻ ഇപ്പത് കഴിക്കുന്നില്ല, ഈ മുട്ടായി നീ തന്നെ വെച്ചോ, എനിക്ക് രാവിലെ തന്നാ മതി എന്നാണ് ഇവ പറയുന്നത്. അതിനെ തുടർന്ന് സോഫിയ മുട്ടായും മേടിച്ചിട്ട് നേരെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ഇവയാണെങ്കിൽ ആ കലണ്ടറും പിടിച്ചോട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കാരണവശാലും എന്റെ ഫ്രണ്ടായ സോഫിക്ക് ഒന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇതേസമയം തന്നെ സോഫി ആണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് എത്തി. എന്റെ ആ മുട്ടായി അവൾ അവിടുത്തെ ടേബിളിൽ വെച്ചു. എന്റെ അവളുടെ കയ്യിലൊരു മുട്ടായി ഉണ്ടല്ലോ, ആണുങ്ങളെ വശീകരിക്കുന്നത്, അവൾ അത് എടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. ഈ സമയം ഇവയാണെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് അവൾ ആ കലണ്ടറിന്റെ ഒരു വലിയ അറയിലായിട്ടൊരു കാര്യം കാണുന്നത്. അവൾ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ അതൊരു പെയിന്റിംഗ് ആണ്. ആ പെയിന്റിങ്ങിന്റെ പുറകിലായിട്ട് അത് വരച്ച ആളുടെ പേര് എഴുതിയിട്ടുണ്ട്, അലോയ്സ് എന്നാണ് അയാളുടെ പേര്. അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സോഫിയുടെ മുറിയിൽ നിന്നും ഒരു നിലവിളി കേൾക്കുന്നത്. അതിനെ തുറന്ന് ആ വാതിലും പൊളിച്ചുകൊണ്ട് സോഫി ഇപ്പൊ ഈവയുടെ റൂമിലേക്ക് തെറിച്ചു വീണു. അവൾ ഫുൾ നേക്കഡാണ്, മാത്രമല്ല അവളുടെ ദേഹത്താണെങ്കിലും മൊത്തം ചോരയും. ഈ സമയം വാതിൽക്കലായിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അവന്റെ കണ്ണൊക്കെ ചോരയുടെ കളറാണ്. പെട്ടെന്നാണ് അവന്റെ പുറകിൽ ആ ഇഷി വരുന്നത്. ഇഷി വന്ന ഉടനെ തന്നെ അവനെ അങ്ങോട്ട് കൊന്നളഞ്ഞു. എന്നിട്ട് ഇഷി ഈവയുടെ ആ മുട്ടായുമായിട്ട് നേരെ അവളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അത് അവളോട് തിന്നാനാണത് പറയുന്നത്. ഇവയാണെങ്കിൽ വല്ലാതെ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത് അതിന്റെ രൂപം കണ്ടിട്ട്. അങ്ങനെ അവൾ വേഗം തന്നെ ആ മുട്ടായി മേടിച്ച് കഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇവ കൂളായിട്ട് ആ കലണ്ടറും മാപ്പ് എടുത്ത് ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് നടക്കുന്നതാണ്. ഇപ്പൊ നടക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അങ്ങനെ അവൾ വേഗം ഒരു കാറും എടുത്ത് നേരെ പോകുന്നത് ആ ചിത്രം വരച്ച ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൾ ഇപ്പോൾ അയാളുടെ വീട്ടിലേക്ക് എത്തി. അവൾ വാതിലും മുട്ടിയിട്ട് കാര്യം വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ 1 വർഷം മുമ്പ് നിങ്ങൾ വരച്ചൊരു പെയിന്റിംഗ് ഉണ്ട് എന്നാണ് അവൾ വിളിച്ചു പറയുന്നത്. അതിനെ തുടർന്ന് അയാൾ വാതിൽ തുറന്നു. എന്നിട്ട് അയാൾ ചോദിക്കുന്നത്, 1 വർഷം മുമ്പേ ഞാൻ വരച്ച പെയിന്റിങ്ങോ, അതെങ്ങനെ നടക്കും, 5 വർഷമായിട്ട് എനിക്ക് കാഴ്ചയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അയാൾ കണ്ണാടി മാറ്റി. അയാൾക്ക് 2 കണ്ണും കാണത്തില്ല. എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അയാൾ ആ പെയിന്റിംഗ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ പെയിന്റിംഗിൽ ഉണ്ടായിരുന്നത് ഒരമ്മയും കുട്ടിയോടെ മരിച്ചു കിടക്കുന്നതാണ്. മാത്രമല്ല ആ കലണ്ടറും അതിലുണ്ട്. അങ്ങനെ അയാൾ അതിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് ചില വിഷൻസ് വരാൻ തുടങ്ങി. ആ വിഷനിൽ അയാൾ കാണുന്നത് അയാളെ തന്നെയാണ് അയാളുടെ ഭാര്യയും മകനെ കൊന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. ഈ സമയത്താണ് അയാളുടെ ഭാര്യയും മകനും അങ്ങോട്ട് വരുന്നത്. നീ ഇവരെ കണ്ടില്ലേ, ഇവരിവിടെ ജീവനോടെ ഉള്ളപ്പം എങ്ങനെയാണ് ഞാൻ എന്റെ ഭാര്യയും മകനെയും കൊല്ലുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഈവ ഇപ്പൊ ഒരു കാര്യം വെളിപ്പെടുത്താണ്. അതായത് ഇപ്പൊ ഈവയുടെ കയ്യിലാണല്ലോ ഈ കലണ്ടർ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് അത് ഉണ്ടായിരുന്നത് ഈ അലോയ്സിന്റെ കയ്യിലാണ്. ഈ കലണ്ടറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ദിവസവും അത് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഉപയോഗിച്ചിട്ട് ആള് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 24-ാം തീയതി കഴിഞ്ഞാൽ അയാളുടെ ഡിസംബർ മാസം റീസെറ്റ് ആവും. അതായത് 24-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 1 മുതൽ ആരംഭിക്കും. അപ്പൊ മരിച്ചവരൊക്കെ പഴയതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം അയാൾക്ക് ഓർമ്മയുണ്ടാവത്തില്ല. മാത്രമല്ല അയാൾ തന്നെയാണ് അടുത്തതായിട്ടുള്ള ആളത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു സൂചനയായിട്ട് ആ പെയിന്റിംഗ് അതിനകത്ത് വെച്ചു. പക്ഷെ അതൊന്നും അയാൾക്ക് ഓർമ്മയില്ല. മാത്രമല്ല അവൾ ഈ പറയുന്നൊന്നും അയാൾ വിശ്വസിക്കുന്നുമില്ല. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നും പറഞ്ഞിട്ട് അയാൾ അവളെ ഇറക്കി വിടാണ്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പോരുന്ന വഴിക്ക് 22-ാം തീയതി രാത്രി 12 മണിയായി. ഇപ്പോൾ അവൾ ആ കലണ്ടറിന്റെ അറ തുറക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് നേക്കഡ് ആയിട്ടുള്ളൊരു പാവയാണ്. ആ പാവയെ കണ്ടപ്പോൾ തന്നെ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. അത് അവളുടെ ഓഫീസിലെ മറിയമായിരുന്നു. അവളെ കൊല്ലാനാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ അവൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ അവളുടെ പുറകിലായിട്ട് ആ ഇഷി ഇരിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ ആ മറിയമാണെങ്കിൽ അവളുടെ ബാത്ടബിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവ ആ പാവയുടെ മുടി പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവൾ ആ മുടി പിടിച്ചു വലിക്കുമ്പോൾ ശരിക്കുള്ള മറിയത്തിന് മുടി ഇളകി പോരുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ വലിച്ചു പറിച്ചതിന് ശേഷം അവൾ അതിന്റെ കൈയും കാലൊക്കെ ഒടിക്കുകയാണ്. അതേപോലെ തന്നെ അത് യഥാർത്ഥ മറിയത്തിന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ പാവയെ ശരിക്കും ഞെരിച്ചതിന് ശേഷം അവൾ അതിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഏറ്റവും വേഗം തന്നെ വണ്ടി എടുത്തിട്ട് അവിടെ പോവാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവൾ അടുത്ത അറ ഓപ്പൺ ചെയ്തു. അതിനകത്തുണ്ടായിരുന്നത് അവളുടെ അച്ഛന്റെ ഇഷ്ടപ്പെട്ട മുട്ടായിയാണ്. മാത്രമല്ല ഒരു തോക്കും അതിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവൾ ഇപ്പൊ ചെന്നിട്ട് അവളുടെ അച്ഛനെ കൊല്ലണമെന്നാണ്. അതുകൊണ്ട് അവൾ വേഗം അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇത്തവണ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ അവളുടെ വീടിന്റെ വാതിൽക്കലായിട്ട് ഒരു വലിയ പെട്ടി കൊണ്ടുവച്ചു. എന്നിട്ട് അവൾ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഈ സമയം ആഗ്നസ് വന്ന് നോക്കുമ്പോൾ ആ പെട്ടി കണ്ടു. അതിന് തുറന്ന് അവൾ അത് എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അങ്ങനെ അകത്തി എന്നതിന് ശേഷം അവൾ ആ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവയുടെ ഒരു ലെറ്ററാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ ലെറ്റർ വായിച്ചതിന് ശേഷം അവൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ കലണ്ടറാണ് ഉണ്ടായിരുന്നത്. അത് ഇവയുടെ ഗിഫ്റ്റ് ആയതുകൊണ്ട് ആഗ്നസ് ആ കലണ്ടർ എടുത്ത് തീയിലേക്ക് ഇടാണ്. എന്നാൽ അത് തീയിലേക്ക് ഇട്ട് കഴിഞ്ഞതും അടുത്ത സെക്കൻഡിൽ ഈശി അങ്ങോട്ട് വന്നു. പിന്നീട് പുറത്തുള്ള ഇവ കേൾക്കുന്നത് ആഗ്നസിന്റെ നിലവിളിയാണ്. അങ്ങനെ ആഗ്നസ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവ വീട്ടിലേക്ക് എത്തി.
എന്നിട്ട് അവൾ നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ മുട്ടായി കൊടുത്തു. മുട്ടായി കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ മകളെ ഓർമ്മ വന്നു. അയാൾ എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അയാൾ അവളോട് ചോദിക്കുന്നത്, നിന്റെ കലണ്ടർ പറഞ്ഞിട്ടാണോ നീ ആഗ്നസിനെ കൊന്നെന്നാണ്. അതേക്കുന്ന അവള് പറയുന്നത്, അല്ല, അത് ഞാനൊരു ഫണ്ണിന് വേണ്ടി ചെയ്താണെന്നാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അയാൾ അപ്പുറത്തേക്ക് തിരിഞ്ഞു. ഈ സമയം ഇവയാണെങ്കിൽ അയാൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി അവൾ സിറ്റിയിലെ ഒരു ഹോട്ടൽ റൂമിലാണ് താമസിച്ചത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവള് വിളിച്ചതിനെ തുടർന്ന് ആ ആന്റണി ഉണ്ടല്ലോ, പൂളിൽ വെച്ച് പരിചയപ്പെട്ടവൻ, അവനിപ്പോൾ അങ്ങോട്ട് വന്നു. അവൻ അവളുടെ വാതിൽ കൂട്ടുമ്പോൾ അവളിങ്ങനെ എഴുന്നേറ്റ് വന്നു കണ്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നിന്റെ കാലൊക്കെ ശരിയായോ എന്നാണ് അവന്റെ ചോദ്യം. അതൊക്കെ എപ്പോഴേ ശരിയായി, നീ അകത്തേക്ക് വാന്നും പറഞ്ഞിട്ട് അവൾ അവൻ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഇന്ന് രാത്രി അവർ ഒരുമിച്ചാണ് അവിടെ കഴിയുന്നത്. അങ്ങനെ രാത്രിയപ്പോൾ അവനിപ്പോൾ അവളോട് ചോദിക്കുന്നത്, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ കലണ്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 24ാമത്തെ മുട്ടായും കഴിക്കുമ്പോൾ എല്ലാം റീസെറ്റ് ആയിട്ട് വരുന്നതാണോ, ആ പെയിന്ററിനെ പോലെ? അതെ ആന്റണി, ഇന്നത്തെ മുട്ടായും കൂടെ കഴിച്ചാൽ എനിക്കെല്ലാം ഒന്നേന്ന് ആരംഭിക്കും. അതുകൊണ്ട് ഞാൻ പഴയതുപോലെ തന്നെ വീൽ ചെയറിലാവുകയും ചെയ്യും എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോൾ അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവള് പറയുന്നത്, കുറച്ച് സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരം ചത്ത അവസ്ഥയിലാണ്. ഈ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കേണ്ട കുറച്ച് സുഖങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ ഒന്ന് അനുഭവിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങോട്ട് വിളിച്ചത് എന്നാണ് അവള് പറയുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അവൾ ആ കലണ്ടറുമായിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചെന്നു. എന്നിട്ട് ആ കലണ്ടർ അവിടെ വെച്ച് അവൾ അവളുടെ ഫോണിൽ ഒരു കാര്യം റെക്കോർഡ് ചെയ്യുകയാണ്. അതായത് ഈ കലണ്ടർ ഇനി ആരുടെ അടുത്താണ് അടുത്തായിട്ട് കിട്ടുന്നത്, അവരറിയേണ്ട കാര്യങ്ങളാണ് അവൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഇത്രയും ദിവസമായിട്ട് അവൾ അനുഭവിച്ച കാര്യങ്ങൾ. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. ഈ സമയമാകുമ്പോഴേക്കും 24-ാം തീയതി 12 മണിയായി. അതിനെ തുടർന്ന് അവൾ ആ 24ാമത്തെ അറ ഓപ്പൺ ചെയ്തു. അതിനകത്തും ഒരു മുട്ടായിയാണ് ഉണ്ടായിരുന്നത്. അവൾ അതെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ആന്റണി അങ്ങോട്ട് ഓടി വരുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്ക് നീ കഴിക്കല്ലേ, ഈ കലണ്ടറിന്റെ 2ാമത്തെ റൂൾ നീ ഓർക്കുന്നില്ലേ? അതായത് 24ാമത്തെ അറ തുറക്കുന്നതിന് മുമ്പ് ഈ കലണ്ടറിന്റെ റൂൾസ് ഒക്കെ നീ റെസ്പെക്ട് ചെയ്യണമെന്ന്. അത് നീ ചെയ്യേണ്ടത് തുറക്കുന്നതിന് മുമ്പല്ലേ, നീ ഇതിപ്പോ തുറന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ആ റൂൾസ് ഒന്നും ഈ കലണ്ടറിന് ബാധകമല്ല എന്നും പറഞ്ഞിട്ട് അവൻ അതെടുത്ത് ആ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് എറിഞ്ഞു. അത് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ഇഷി എങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കുറച്ച് സമയം അവനോട് നിന്നു. എന്നാൽ ഇഷി വന്നില്ല. അത് കാണുമ്പോൾ അവൻ അവളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇനി ആ റൂൾസ് ഒന്നും ഈ കലണ്ടറിന് ബാധകമല്ല, ആ ഇഷി വന്നില്ലല്ലോ, ഇനിയിപ്പോൾ നിന്റെ മുമ്പിൽ 2 ചോയ്സ് ആണുള്ളത്. ഒന്നുകിൽ നിനക്ക് ആ മുട്ടായി കഴിക്കാം. അങ്ങനെ നീ മുട്ടായി കഴിക്കുകയാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞതുപോലെ പഴയതുപോലെ നിന്റെ ജീവിതം ആരംഭിക്കും. നീ പാരലൈസ്ഡ് ആവും, പക്ഷെ മരിച്ചുപോയ നിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തിരിച്ചു വരികയും ചെയ്യും. 2ാമത്തെ ഓപ്ഷൻ, നീ ആ മുട്ടായി കഴിക്കേണ്ട. അതാണ് നിനക്ക് കൂടുതൽ നല്ലത്. കാരണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ കാലുകൾ നിനക്ക് നഷ്ടപ്പെടത്തില്ല, നിനക്ക് പുതിയൊരു ജീവിതം ജീവിക്കാം. പക്ഷെ അതുകൊണ്ട് നിനക്ക് പ്രശ്നം വരും. നിന്റെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അവളും ആ കാര്യം ആലോചിക്കുന്നത്. ഈ സമയം അവളുടെ മനസ്സിലേക്ക് അവൾക്ക് നഷ്ടപ്പെട്ട ആൾക്കാരുടെ മുഖമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തതിന് ശേഷം അവൾ ആ മുട്ടായി നോക്കിയിട്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവൾ അത് കഴിക്കുന്നില്ല എന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ആ കലണ്ടർ ഉള്ളത് പുതിയൊരാളുടെ കയ്യിലാണ്. അയാൾക്കിപ്പോൾ ആ ബോക്സിൽ നിന്നും ഇവ റെക്കോർഡ് ചെയ്ത മൊബൈൽ കിട്ടിയിട്ടുണ്ട്. അയാളിപ്പോൾ അതിലെ വീഡിയോയും കണ്ടുകൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. മാത്രമല്ല അയാളുടെ നെറ്റിയിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അയാൾ ആ വാതിൽ മുട്ടാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വാതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു. അതിന് തുറന്ന അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.